ഹലോ ഗൈസ്, നമുക്കിന്ന് കല്ലുമ്മക്കായ നിറച്ചതുണ്ടാക്കിയാലോ. അതായത് ആദ്യം കല്ലുമ്മക്കായ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മാവൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് പുട്ടുപൊടിയും പത്തൽപ്പൊടിയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. തേങ്ങ, പെരിഞ്ജീരകം, നല്ല ജീരകം, ചെറിയുള്ളി, കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കല്ലുമ്മക്കായ എടുത്ത് അതൊന്ന് പിളർത്തി ഇതിനുള്ളിലെ നാര് പോലത്തെയൊക്കെ അതൊന്ന് കളയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ആ മാവ് എടുത്ത് ഇതാ ഇങ്ങനെ നിറച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം വേവേണ്ടി വരും. ഇത് പൊരിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുതായി മുറിച്ചെടുത്ത കറിവേപ്പില കൂടെ ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. കല്ലുമ്മക്കായയിൽ അരി നിറച്ചത് വെന്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ അടർത്തിയെടുക്കാം. എന്നിട്ട് ആ മസാലയിൽ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ എടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.